ശ്രീ പി കെ രാജു, ഇന്ന് പ്രതിപക്ഷം ആരോപിച്ചത് സർക്കാരും കോർപ്പറേഷനും നോക്കുകുത്തിയായതിൻ്റെ അനാസ്ഥയുടെ ഇരയാണ് ജോയി എന്നാണ്. അങ്ങനെയാണോ? അങ്ങ് സത്യസന്ധമായ ഒരു റിപ്പോർട്ടറാണ്. അങ്ങയുടെ എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, ഈ ആരോപണങ്ങളല്ല പറയേണ്ടത്. അങ്ങനെ പറയണമെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും സ്ഥലം എം പി ആയിട്ടുള്ള ശ്രീ ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും ഈ 50 മണിക്കൂർ 45 മണിക്കൂർ ഈ സംഭവം നടന്ന സ്ഥലം ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ഇവരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും 5-6 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും വിമാനയാത്ര ചെയ്ത് ഇവിടെ വരാൻ മടി കാണിച്ച ഇവർ എന്തോന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ വി ഡി സതീശൻ ഈ പ്ലാന്റുകൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ റെയിൽവേയിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും മാലിന്യ പ്ലാന്റ് ഉണ്ടായെന്ന് റെയിൽവേയുടെ ഉന്നത അധികാരികൾ പറയട്ടെ. എവിടെയെങ്കിലും കേരളത്തിലില്ല, ഈ 28 സംസ്ഥാനങ്ങളിലുമില്ല. മാലിന്യം സംസ്കരിക്കുന്നതിന് പ്ലാന്റ് ഇല്ലാത്ത ഏക സമ്പത്തുള്ള റെയിൽവേ ഈ തിരുവനന്തപുരം പട്ടണത്തിലെ തലസ്ഥാന നഗരിയിലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ 50 സ്റ്റാളുകളുണ്ട്, വലിയൊരു ക്യാൻറ്റീനുണ്ട്, അവിടുത്തെ ജീവനക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണ പൊതികളുണ്ട്, ഭക്ഷണം വരുന്ന ബാക്കിയുണ്ട്, ട്രെയിൻ യാത്രക്കാരുടെ കയ്യിലുള്ള വേസ്റ്റുകൾ, റെയിൽവേ ബോട്ടിലുകൾ, ഇതെല്ലാം കക്കൂസ് മാലിന്യം, അവരുടെ കക്കൂസ് മാലിന്യം, അങ്ങനെ വരുന്ന ചപ്പ് ചവറുകൾ മാലിന്യങ്ങൾ എവിടെയാണ് ഇവർ നിക്ഷേപിക്കുന്നത്? ആർക്കാണ് കോൺട്രാക്ട് കൊടുത്തത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് റെയിൽവേയുടെ പ്രതിനിധി ഇല്ലെങ്കിലും BJP പ്രതിനിധി ഇവിടെയുണ്ട്, നമുക്ക് ചോദിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം, റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്കുള്ള ടണലിന് മുന്നിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ആരുടെ അധികാര പരിധിയിലാണ്? അല്ല, അങ്ങ് ഗോവന് പോകുന്നതിന് മുമ്പ് ഈ 117 മീറ്റർ അകലെ തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരം നഗരസഭ വളരെ വലുതായിട്ടുള്ള ഗ്രില്ല്, ഒരു ബോട്ടിൽ പോലും പോകാത്ത രീതിയിൽ പ്രത്യേകം ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങ് പോയി പരിശോധിക്കാം, ഗ്രില്ല് സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ മാലിന്യം ഒഴുകി പോയില്ലെങ്കിലും കുറച്ചെന്തെങ്കിലും പോയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ദൗത്യം എന്താണ്? തിരുവനന്തപുരത്തെ നഗരസഭ എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയാണ് തിരുവനന്തപുരം പട്ടണം. ആറ്റുകാൽ പൊങ്കാല നോക്കൂ, 30 ലക്ഷം പേർ വരുന്ന ജനങ്ങൾ വന്നു പോകുന്ന അവിടെ മണിക്കൂറിനുള്ളിൽ അങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വെട്ടിക്കാട് മഹോത്സവം നടക്കുന്നത് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭീമാവള്ളി ഉറൂസ് നടക്കുന്നത് നോക്കൂ. ഞങ്ങൾക്ക് 117 മീറ്റർ അകലെ ഈ പാലത്തിൻ്റെ അടിയിലോ ഏത് തരലിലോ ഞങ്ങൾക്ക് ശുചീകരണ പ്രവർത്തനം നടത്താനുള്ള ആയിരക്കണക്കിന് കണ്ടിജൻ ജീവനക്കാരും മറ്റു സംവിധാനമുള്ള ഒരു നഗരസഭയ്ക്ക് 117 മീറ്റർ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷനിൽപ്പെട്ട 117 മീറ്റർ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്നതിന് റെയിൽവേ ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രത്യേക അനുമതി വേണം. അതെന്തുകൊണ്ട് കിട്ടിയില്ല എന്നാണ് ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയും ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് മൃതദേഹം കിടന്ന സ്ഥലം ആരുടെ ജൂറിസ്ഡിക്ഷനിലുള്ളതാണ് രാജു? അല്ല, അങ്ങോട്ട് നോക്കിയോ, ഞങ്ങൾക്കുള്ള വീഴ്ച എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുവാനും ഞങ്ങളുടെ സഹോദരനെ ഈ സംസ്ഥാനത്തെ ഈ തലസ്ഥാന നഗരിയിലെ ഈ ജില്ലയിലെ ഒരു പൗരനായിട്ടുള്ള ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും വീഴ്ച, ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്, റെയിൽവേയുടെ ഭാഗത്ത് വരുന്ന 117 മീറ്റർ അകലെയുള്ള മാലിന്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണമെന്നും ഞാനതിലേക്ക് വരാം. റെയിൽവേയുടെ 117 മീറ്റർ നമുക്ക് ചോദിക്കാം. പി കെ രാജു, ഞാൻ ഒരിക്കൽ കൂടി PCR പറയുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കൂ. പി കെ രാജു ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ജോയിയുടെ മൃതദേഹം വീണ്ടെടുക്കുന്ന ഈ തകരപ്പറമ്പിലെ കനാൽ, ആ കനാലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം നമുക്കൊരിക്കൽ കൂടി പ്രേക്ഷകരെ ഒന്ന് കാണാം. ശ്രീ പി കെ രാജു ആ ദൃശ്യങ്ങളൊന്ന് കാണണം. ഈ തകരപ്പറമ്പിലെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ കനാലിന് തൊട്ട് മുൻപിൽ, ടണലിന് തൊട്ട് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. ഇനി നമുക്ക് കാണാം ആ തകരപ്പറമ്പിലെ ദൃശ്യങ്ങൾ. നമുക്ക് കാണാം ആ തകരപ്പറമ്പിലെ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിലൊരു മാലിന്യ വസ്തുവായിട്ടാണ് ഈ ജോയിയുടെ മൃതദേഹം കിടന്നത്. പി കെ രാജു, ആ പ്രദേശം ശുദ്ധീകരിക്കേണ്ടത് ആരാണ്? അവിടെയുള്ള മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ആരാണ്? ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞങ്ങളുടെ എറിക്കേഷൻ്റെ തോടാണ് ആമേഴഞ്ചൻ തോടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നഗരസഭയ്ക്ക് അതിനകത്ത് ബാധ്യതയുണ്ട്. അങ്ങ് നോക്കിക്കോണം. ഇന്ന് ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ അതിനകത്ത് കട്ടില്, അതുപോലെ തന്നെ ബെഡുകൾ,
പഴയ TV, മരക്കമ്പുകൾ. ഇതിവിടെ ഹരിതകർമ്മ സേന ഈ തിരുവനന്തപുരം നഗരസഭയിൽ 1300 സ്ത്രീ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന 100 വാർഡുകളിൽ അവരുടെക്ക് ഒരു ശമ്പളം എന്ന് പറയും, അവരുടെ വേതനം എന്ന് പറയുന്നത് പിന്നെ 25,000 രൂപ മുതൽ 75,000 രൂപ വരെ അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ നഗരവാസികൾ ചിലർ ദുഷ്ടശക്തികൾ അവരെ കണ്ണു തുറക്കട്ടെ, എന്തുകൊണ്ട് ഈ ഹരിതകർമ്മ സേന അവരെ ഇത് ഏൽപ്പിക്കുന്നില്ല? അവർക്ക് ഞങ്ങൾ എത്രയോ പേർക്ക് പെറ്റി അടിച്ചു കൊടുത്തു, അവരുടെ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്തു. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇത്തരം പ്രവൃത്തി നടത്തുന്നവർക്ക് കർശനമായ നടപടി. അത് സ്വാഗതാർഹമാണ്. ആ കർശന നടപടി നേരത്തെ നമ്മൾ തുടങ്ങിയിരുന്നുവെങ്കിൽ, ആ നിരീക്ഷണം നേരത്തെ നമ്മൾ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഈ ജോയിയെ മരണത്തിന് വിട്ടുകൊടുത്ത മാലിന്യ കൂമ്പാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യവും പ്രസക്തമാകുന്നത്. സർക്കാരും കോർപ്പറേഷനും ഒക്കെ നോക്കുകുത്തികളായോ ഇതേപോലെ ആമയിഴഞ്ചാൻ തോടും ഈ പാർവതി പുത്തനാരുമൊക്കെ നിരന്തരം മലിനപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴെന്ന്. ഞാൻ അങ്ങയിലേക്ക് വരും.